വിലക്കപ്പെട്ട പ്രണയം ഭാഗം 4. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞുപോയി. മാറ്റമില്ലാത്ത 2 ദിവസങ്ങൾ. ഇന്ന് ഇളയമ്മ നല്ല സന്തോഷത്തിലാണ്. കാരണം അവരുടെ മകൻ പവൻ ഇന്ന് ജോലി കഴിഞ്ഞ് തിരികെ വരും. അവനെ അവർക്ക് മോളെപ്പോലെ തന്നെ വലിയ കാര്യമാണ്. അവൻ എറണാകുളത്ത് ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. 1-2 ആഴ്ചയൊക്കെ കൂടുമ്പോഴൊക്കെ വരുള്ളൂ. ആമി ജോലിക്ക് കയറാൻ പോയപ്പോൾ അവരിനി അടുത്ത മാസം 1-ാം തീയതി മുതൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആമി ഇപ്പോഴും വീട്ടിൽ തന്നെയുണ്ട്. സ്വത്തുക്കളുടെയൊക്കെ അവകാശത്തിന് ഒരു തീരുമാനമായ സ്ഥിതിക്ക് ഇപ്പോൾ ആമിയോടധികം വഴക്കിനൊന്നും സാവിത്രിയും ഭാമയും പോകാറില്ല. അധികം അവളോട് സംസാരിച്ചാൽ ചിലപ്പോൾ വീട് വിട്ടിറങ്ങേണ്ടി വരും എന്ന് 2 പേർക്കും നല്ല ബോധ്യമുണ്ട്. ബാബു പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാറില്ല. അയാൾ അയാളുടെ കാര്യം നോക്കി നിൽക്കും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഭാര്യയെ നിലയ്ക്ക് നിർത്താനുള്ള കഴിവ് അയാൾക്കും ഇല്ലാതെയായിപ്പോയി. ഈ ഇളയമ്മയൊക്കെ ഹരി ഉണ്ടായിരുന്ന സമയം ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത ആളുകളായിരുന്നു. ഒരു നുള്ള അരിക്ക് പോലും ഉപകാരമില്ലാത്തവർ. അങ്ങനെയുള്ളവർ ഇപ്പോൾ ഇവിടെ വന്നിങ്ങനെ തമ്പടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ആമിക്ക് ദേഷ്യമായിരുന്നു തോന്നിയത്. എന്നിരുന്നാലും ഹരിയുടെ ബന്ധുക്കളാണല്ലോ എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രം കയറ്റി പോകുകയാണ്. അവരുടെ മകനായ പവൻ ഇനി ഏത് സ്വഭാവക്കാരനാണെന്നുള്ളത് ആമിക്ക് ധാരണയില്ലായിരുന്നു. അതുകൊണ്ട് അവൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നായിരുന്നു ആമിയുടെ ചിന്ത. കാരണം അവനുമായിട്ട് താൻ അധികം സംസാരിക്കാൻ പോയിട്ടില്ല. നേരിട്ട് നോക്കി ഒന്ന് ചിരിച്ചിട്ട് പോലും ഉള്ളതായിട്ട് അവളുടെ ഓർമ്മയിലില്ല. അങ്ങനെയുള്ള ഒരു അന്യപുരുഷൻ കൂടി വീട്ടിലേക്ക് വരുന്നു എന്നായപ്പോൾ സ്വാഭാവികമായിട്ടും ആമിയുടെ ഉള്ളിൽ ഒരു ചെറിയ ഭയം ഉണ്ടായിരുന്നു. ആമി പിന്നെ അത്യാവശ്യം ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയതുകൊണ്ട് അവനെയൊന്നും കൂസാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ്. അവൻ വന്നപ്പോൾ തന്നെ ആമിയോട് കൽപ്പന പോലെ സാവിത്രി ചായ എടുക്കാൻ ആജ്ഞാപിച്ചു. നിങ്ങളുടെ മകന് ചായ വേണമെങ്കിൽ നിങ്ങൾ പോയി ഉണ്ടാക്കി കൊടുക്ക്. ഹാളിലെ സോഫയിൽ ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന ആമി അവിടെ നിന്ന് ഒന്ന് എഴുന്നേൽക്കുക പോലും ചെയ്യാതെ ഫോണിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ പറഞ്ഞു. ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് സാവിത്രി അടുക്കളയിലേക്ക് വെട്ടിത്തിരിഞ്ഞു പോയി. ആദ്യ ദിവസങ്ങളിൽ അവൻ വന്നപ്പോൾ ആമിക്കൊരു ഇൻസെക്യൂരിറ്റി തോന്നിയെങ്കിലും പിന്നീട് അതില്ലാതെയായിരുന്നു. അവൻ അവൻ്റെ കാര്യം നോക്കിയിരിക്കുന്ന കൂട്ടത്തിലാണ്. ഭാമയെ പോലെ ശല്യത്തിനൊന്നും വരുന്നില്ല. അതുകൊണ്ട് സാധാരണ പോലെ ഒഴുക്കിനനുസരിച്ച് അവരുടെ ജീവിതം നീങ്ങി. അങ്ങനെ അടുത്ത ആഴ്ച മുതൽ ആമി ജോലിക്ക് പോകുകയാണ്. മറ്റൊന്നുമല്ല, ഹോം നേഴ്സായിട്ട് തന്നെയാണ്. ഒരു പ്രായമായ അമ്മുമ്മയെ നോക്കാനാണ്. ഹോം നേഴ്സ് എന്ന ജോലി ആമി സന്തോഷത്തോടെ തന്നെ ചെയ്യുന്ന ജോലിയാണ്. അതുകൊണ്ട് അവൾക്കതൊരു പ്രശ്നമൊന്നും അല്ലായിരുന്നു. ഇരുട്ടായി വരുന്ന സമയം പിന്നാമ്പുറത്ത് ജാക്കിയെ കളിപ്പിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തനിക്ക് പിന്നിൽ ഒരു നിഴലനക്കം പോലെ അവൾക്ക് തോന്നിയത്. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയ ആമി ഞെട്ടലോടെ എഴുന്നേറ്റ് നിന്നു. എന്താ? അവനിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് അവൾ ചോദിച്ചു. പവനായിരുന്നു. ഒന്നുമല്ല, താനിവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട് ഒന്ന് വന്നു എന്നുള്ളൂ. അതിന് ആമി ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. ആമി ഇനിയും ജോലിക്ക് പോകാൻ പോവുകയാണല്ലേ? കുശലം ചോദിക്കുന്നത് പോലെ അവൻ അവളോട് വെറുതെ തിരക്കി. അതിനും ആമി ഒന്നും മൂളി. എടോ, താൻ അമ്മയൊക്കെ കാണുമ്പോൾ ഉള്ളതുപോലെ എന്നെ കാണല്ലേ കേട്ടോ. അവളുടെ പെരുമാറ്റം കണ്ടിട്ടാവണം അവൻ ചിരിയോടെ പറഞ്ഞു. ഒരു നിമിഷം അവൻ നല്ലതാണോ ചീത്തയാണോ എന്ന ചിന്ത ആമിയുടെ മനസ്സിലൂടെ കടന്നുപോയി. ആരെയും എളുപ്പം വിശ്വസിക്കില്ല താൻ. അതുകൊണ്ട് അവനെയും വിശ്വസിക്കാൻ പാടാണ്. പ്രത്യേകിച്ച് സാവിത്രിയുടെ മകനാകുമ്പോൾ. അവരുടെ കുടുംബത്തിലെ എല്ലാവരും കണക്കാണെന്ന വിശ്വാസമാണ് ആമിക്ക്. അതുകൊണ്ട് തന്നെ അവനെയും വിശ്വസിക്കാൻ അവളുടെ മനസ്സ് അനുവദിക്കുന്നില്ലായിരുന്നു. താൻ എന്ത് ജോലിക്കാണ് പോകാൻ പോകുന്നത്? പവൻ ചോദ്യം തുടർന്നു. അവൻ അവളോട് ഒരു അനിയത്തിയോടെന്നതുപോലെയുള്ള സ്നേഹമായിരുന്നു. അതുപോലെയാണ് അവൻ അവളോട് പെരുമാറിയതും. പക്ഷേ അതവൾക്ക് മനസ്സിലാക്കാനാവുന്നില്ലായിരുന്നു. എടോ, അവൻ ചോദിച്ചിട്ടും എന്തൊക്കെയോ ആലോചിച്ചെന്നതുപോലെ നിൽക്കുന്ന ആമിയുടെ മുന്നിൽ വന്ന് അവൻ വിരൽ ഞൊടിച്ചുകൊണ്ട് ചോദിച്ചു. ഞെട്ടിക്കൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? താൻ എവിടെയാണ് ജോലിക്ക് പോകുന്നതെന്ന്. അവൻ വീണ്ടും അവളോട് ചോദ്യം ആവർത്തിച്ചു. ഒരു വീട്ടിലാണ്, ഒരമ്മയെ നോക്കാൻ. ഹോം നേഴ്സായിട്ടാണോ? അവൻ്റെ ചോദ്യത്തിന് അവൾ വീണ്ടും ഒന്ന് മൂളി. എടോ, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. പിന്നിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അവൻ രഹസ്യം പോലെ അവളോട് ചോദിച്ചു. അവളാണെങ്കിൽ തിരികെ ചോദിച്ചില്ലെങ്കിലും എന്താണെന്ന രീതിയിൽ അവനെ നോക്കി. പവി! പെട്ടെന്ന് അകത്തു നിന്ന് സാവിത്രിയുടെ ശബ്ദം. ഞാൻ പിന്നെ വരാം. ജോലിക്ക് പോകുന്നതിന് മുമ്പേ എങ്ങനെയെങ്കിലും ഞാനത് തന്നോട് പറയാം കേട്ടോ. അതുകൂടി അവളോട് പറഞ്ഞ് ആരെങ്കിലും കാണുന്നതിന് മുന്നേ തന്നെ അവൻ അകത്തേക്ക് കയറിപ്പോയിരുന്നു. ആമിയാണെങ്കിൽ അവൻ പോയ വഴിയെ ഇതെന്ത് കൂത്തുന്ന രീതിയിൽ നോക്കി നിന്നു. പിന്നെ എന്തെങ്കിലും ആകട്ടെ എന്ന രീതിയിൽ പിന്നെയും കുറച്ച് സമയം ജാക്കിയെ കളിപ്പിച്ച് അവിടെ തന്നെ അങ്ങനെ ഇരുന്നു. 2 ദിവസം കൂടി കടന്നുപോയി. ഇന്ന് രാവിലെ തന്നെ ഭാമയെ കൂട്ടി സാവിത്രി ചെക്കപ്പിന് പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ ആമിയും പവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാബു ആണെങ്കിലും ജോലിക്ക് പോയിരിക്കുകയാണ്. അവനെക്കൊണ്ട് വലിയ ശല്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആമിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അവനെക്കൊണ്ട്. ആമി! അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് അവൻ വിളിക്കുന്നത് കേട്ടത്. ഞെട്ടലോടെ തന്നെയാണ് ആമി തിരിഞ്ഞു നോക്കിയത്. എടോ, താൻ ഫ്രീ ആണെങ്കിൽ കുറച്ച് സമയം എനിക്കൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നു. ഓക്കെ ആണോ? വളരെ ഫോർമലായിട്ടായിരുന്നു അവൻ അവളോട് സംസാരിച്ചത് തന്നെ. കുറച്ച് കഴിഞ്ഞു വരാം. അത് പറഞ്ഞപ്പോൾ തന്നെ അവൻ അടുക്കളയിൽ നിന്ന് പോയിരുന്നു. എന്തായാലും അവൻ പറയാനുള്ളത് പറയട്ടെ എന്ന് കരുതി അടുക്കളയിലെ പണിയൊക്കെ ഒന്ന് ഒതുക്കിക്കൊണ്ട് അവൾ ഹാളിലേക്ക് വന്നു.
നടുമുറ്റത്തിനടുത്തുള്ള സോഫയിലായിട്ട് അവൻ ഇരിക്കുന്നുണ്ട്. അവളെ കണ്ടപ്പോൾ തന്നെ അവൻ വെറുതെ ഒന്ന് ചിരിച്ചു. തിരികെ അവളോ ഒന്ന് ചിരിച്ചു. അവനെതിരെയുള്ള സോഫയുടെ കസേരയിൽ അവൾ വന്നിരുന്നു. തനിക്ക് ഞാനിപ്പോൾ വിളിച്ചത് ഡിസ്റ്റർബൻസ് ആയോ? ഇല്ല, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ആമി എന്നേലും ഇളയതല്ലേ, അതുകൊണ്ട് ഈ ഒരു പരിചയക്കുറവ് വേണ്ട, എന്നെ ഏട്ടാന്ന് വിളിച്ചോളൂ. വളരെ പ്ലസൻ്റ് ആയിട്ട് പുഞ്ചിരിയോടെ തന്നെയായിരുന്നു പവൻ അത് പറഞ്ഞത്. അതിൽ അവൾക്ക് എതിർപ്പ് പറയാൻ തോന്നിയില്ല. കാരണം അത്തരത്തിലായിരുന്നു അവൻ്റെ പെരുമാറ്റം. ഒരു നിമിഷം അവൻ്റെ പെരുമാറ്റത്തിൽ അവൾക്ക് അത്ഭുതവും തോന്നിപ്പോയി. ശരിക്ക് സാവിത്രിയുടെ മകനാവാൻ ഉള്ള ഒരു സാധ്യതയും ഇല്ലാത്തതുപോലെയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അവന്. താൻ ചിന്തിച്ചതിലും കരുതിയതിലും നിന്ന് ഒരുപാട് വ്യത്യാസം നിറഞ്ഞ സ്വഭാവം. ഈ ഹോം നേഴ്സായിട്ട് താൻ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ജോലി ചെയ്യാൻ പോവാണോ? അവൻ വെറുതെ അവളോടൊന്ന് തിരക്കി. ആമി അതിന് തലയാട്ടി. അത് അവൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ പറയാനൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക്. ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാതിരുന്നിട്ടാണോ താൻ പോകുന്നത്? അങ്ങനെയും പറയാം. ഞാൻ ഇപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നത് എന്തിനാണെന്ന് കരുതുന്നുണ്ടാവും താൻ, അല്ലേ? പവൻ അവളോട് ചിരിയോടെ തിരക്കി. അവൾ അതേന്ന് തലയാട്ടി. അല്ലെങ്കിലും അതുതന്നെയാണ് തൻ്റെ ചിന്ത. ഇവൻ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ ചോദിച്ചറിയുന്നത് എന്ന്. എടോ, ഞാൻ തന്നോട് കാര്യമായിട്ടൊരു കാര്യം പറയാം. തൻ്റെ നല്ലതിനു വേണ്ടി പറയുവാണ്. അവൻ മുഖവരിയോട് കൂടിയുള്ള സംസാരത്തിന് തുടക്കം കുറിച്ചു. അതിനവൾ ചെവി കോർത്തു. എൻ്റെ അമ്മ ആയതുകൊണ്ട് പറയുന്നതല്ല. തനിക്ക് നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ഇവിടുന്ന് അമ്മയെ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നതാണ് നല്ലത്. വളരെ ഗൗരവത്തിൽ കാര്യമായിട്ട് തന്നെയാണ് അവൻ അവളോടത് പറഞ്ഞത്. തനിക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി കാണില്ല. എങ്കിലും തൻ്റെ നല്ലതിന് വേണ്ടി മാത്രം ഞാൻ പറയുവാണ്. അമ്മയെയൊക്കെ അധികം നാൾ ഇവിടെ നിർത്തുന്നത് തനിക്ക് നല്ലതായിരിക്കില്ല. അതുപോലെ തന്നെ അമ്മയൊക്കെ ഇവിടെ നിർത്തിക്കൊണ്ടാണ് താൻ ജോലിക്ക് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ അതും തൻ്റെ നല്ലതിനാവില്ല. വളരെ പക്വതയോടെ അവൻ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഭാമയും അമ്മയും ചേർന്ന് തന്നെ ഇവിടുന്ന് പുറത്താക്കാനും ഈ സ്വത്തൊക്കെ കൈക്കലാക്കാനും ഒരുപാട് വഴികൾ തേടുന്നുണ്ട്. അവൻ പറഞ്ഞത് അവൾക്ക് ഏകദേശം ധാരണയുള്ള കാര്യം തന്നെയായിരുന്നു. അത് അവനായിട്ട് പറഞ്ഞറിഞ്ഞപ്പോൾ തന്നെ അവളുടെ ചുണ്ടിൽ ഒരുതരം പുച്ഛച്ചിരിയാണ് വിരിഞ്ഞത്. കേവലം ഒരു തരി ഭൂമിക്ക് വേണ്ടി. താൻ ജോലിക്ക് വേണ്ടി പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അമ്മയെയും ഭാമയെയും ഒക്കെ ഇവിടുന്ന് മാറ്റുന്നത് തന്നെയാണ് നല്ലത്. ഒരു നിമിഷം അവനെ വിശ്വസിക്കാൻ വയ്യാത്തതുപോലെ അവൾ നോക്കി. എനിക്കറിയാം തനിക്കെന്നെ വിശ്വസിക്കാൻ പ്രയാസം കാണും. കാരണം ഞാനും അവരുടെ മകനാണല്ലോ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ തനിക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കിയൊക്കെ ഇനി താൻ എന്താണെന്ന് വെച്ചാൽ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആലോചിച്ച് തീരുമാനിക്കാം. പരമാവധി അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ അവൻ ശ്രമിച്ചു. പക്ഷേ അതെന്തിനാണെന്ന ചിന്തയായിരുന്നു അവളുടെ ഉള്ളിൽ. തന്നെ ഒരു പരിചയവും മുൻപില്ലാത്ത ഒരാൾ എന്തിനാണ് തന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ശരി, ഇനി താൻ പൊക്കോ, സമയം കളയണ്ട, എനിക്കിതാ പറയാനുള്ളത്. പുഞ്ചിരിയോടെ അവൻ അവളോട് പറഞ്ഞു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ താൻ കിടക്കുന്ന മുറിയിലേക്ക് നടന്നു. മനസ്സിൽ പലവിധ ചിന്തകളായിരുന്നു. എന്തിനാണ് അവൻ സ്വന്തം അമ്മയെ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറയുന്നത് എന്ന ചിന്തയായിരുന്നു അവളുടെ ഉള്ളിൽ കൂടുതൽ നിറഞ്ഞു നിന്നത്. കൂടാതെ ഉത്തരമില്ലാത്ത ഒരുപിടി ചോദ്യങ്ങളും അവൾക്ക് മുന്നിലുണ്ടായിരുന്നു. അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ അവളുടെ ചിന്തയിൽ ആകെ അതുതന്നെയായിരുന്നു ചിന്ത. ഇത്രയും നാളും സാവിത്രി എങ്ങനെയാണോ അതുപോലെയാണ് മകനും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അവൻ അങ്ങനെ പറഞ്ഞത് ഇനി സാവിത്രിയുടെ അടവ് വല്ലതുമാണോ എന്നും അവൾക്ക് സംശയം തോന്നാതിരുന്നില്ല. തനിക്ക് സ്വത്തിനോട് ആർത്തിയൊന്നുമില്ല, ഇപ്പോഴും ഇല്ല, പണ്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഈ വീടും സ്ഥലവും തനിക്ക് അവകാശപ്പെട്ടതാണെന്നറിഞ്ഞപ്പോൾ അതങ്ങനെ കണ്ടവർക്ക് എറിഞ്ഞു കൊടുത്തു പോകാൻ തോന്നുന്നില്ല. കാരണം ആർക്കോ വേണ്ടി താൻ സ്വയം നശിപ്പിച്ചത് തൻ്റെ ജീവിതം തന്നെയാണ്. തനിക്ക് നന്നായി ജീവിക്കാൻ കഴിയുമായിരുന്നു. വർഷങ്ങളാണ് തനിക്കിവിടെ പാഴായിപ്പോയത്. അതിന് പകരം വെക്കാനാവില്ലെങ്കിൽ പോലും അതിന് പകരമായിട്ട് ഈ വീടെങ്കിലും തനിക്ക് സ്വന്തമായിട്ട് വേണം എന്നവൾ മനസ്സിൽ തീരുമാനമെടുത്തിരുന്നു. അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് അവൾക്ക് ആ വീട് സ്വന്തമായി വേണം എന്ന ആഗ്രഹം തോന്നിയത്. ഒരു വശത്ത് നിന്ന് ചിന്തിച്ചാൽ പവൻ പറഞ്ഞതിലും കാര്യമില്ലാതില്ല. കാരണം താൻ ഈ ഒരു വീട് സാവിത്രിയുടെയും ഭാമയുടെയും മേൽനോട്ടത്തിന് വിട്ടുകൊടുത്താൽ അത് പിന്നീട് ആജീവനാന്തം അവരുടെ കയ്യിലാവുകയേ ഉള്ളൂ. അതുകൊണ്ട് പവൻ പറഞ്ഞതുപോലെ താൻ ജോലിക്ക് പോകുന്നതിന് മുൻപ് തന്നെ അവരെ പഴയ വീട്ടിലേക്ക് പറഞ്ഞു വിടണം എന്ന് ആമി കരുതി. അവരോട് ആരോടും പറയാതെയാണ് ആമി ജോലിക്ക് പോകാമെന്ന് തീരുമാനിച്ചിരുന്നത്. അതാകുമ്പോൾ എന്തായാലും അവരിനി തന്നെ അന്വേഷിച്ചു വരില്ല എന്നുറപ്പാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ ആ ഒരു ശല്യം തീർന്നു കിട്ടുമല്ലോ എന്നാണ് താൻ ചിന്തിച്ചത്. പക്ഷേ ഒന്നുകൂടി ഇരുത്തി ആലോചിച്ചപ്പോൾ അത് ശരിയാകില്ലെന്ന് ആമിക്ക് തന്നെ തോന്നി. പിറ്റേ ദിവസം ബാബു ജോലിക്ക് പോകുന്നതിന് മുന്നേ തന്നെ കാര്യങ്ങളെല്ലാം അവരോട് പറയണമെന്ന് ആമി തീരുമാനിച്ചിരുന്നു. ഇളയമ്മയോടും ഇളയച്ചനോടും ബാക്കി എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജോലിക്ക് പോകാനിറങ്ങിയ ബാബുവിനോടെന്നതുപോലെ പറഞ്ഞു തുടങ്ങിയ ആമി. എല്ലാവരും ഇവളിപ്പോൾ എന്താണ് ഒരുമിച്ച് എല്ലാവരോടും പറയാൻ പോകുന്നത് എന്ന് കരുതി അവളെ സംശയത്തോടെ നോക്കി നിന്നു. അടുത്ത മാസം 1-ാം തീയതി മുതൽ ഞാനൊരു സ്ഥലത്ത് ജോലിക്ക് പോകാൻ പോവാണ്. ഹോം നേഴ്സായിട്ടാണ്. അതുകൊണ്ട് ഈ വീട്ടിലിനി ഞാനുണ്ടാവില്ല. അവിടെ തന്നെ നിന്ന് ജോലി ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
ആമി അത് പറഞ്ഞു കഴിഞ്ഞതും സാവിത്രിയുടെ മുഖം 100 വോൾട്ട് ബൾബിന്റെ പ്രകാശത്തോടെ തിളങ്ങി. ഭാമയും അവളെ അത്ഭുതത്തോടെ നോക്കി. അവൾ ജോലിക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ടും ഇത്ര നാളായിട്ടും പോകാത്തതിൽ ഒരു നീരസം ഭാമയ്ക്കുണ്ടായിരുന്നു. അവൾ കൂടി ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ വീട് മുഴുവൻ സർവാധിപതികളെ പോലെ സ്വയം നോക്കാമല്ലോ. അതിനെന്താ, നിനക്ക് ജോലിക്ക് പോകണമെങ്കിൽ പൊക്കോളൂ. സാവിത്രി വേഗം തന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമായി എന്ന രീതിയിൽ അവളോട് തുറന്നു പറഞ്ഞു. അതിപ്പോ ഇനി ഇളയമ്മ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകും. അതല്ല എനിക്ക് നിങ്ങളോടെല്ലാവരോടും പറയാനുള്ളത്. പിന്നെന്താ? ചോദിച്ചത് ഭാമയാണ്. ഞാൻ ജോലിക്ക് പോയി തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അവളുടെ വാക്കുകൾ തികച്ചും മൂർച്ചയേറിയതായിരുന്നു. നിമിഷ നേരം കൊണ്ട് സാവിത്രിയുടെ എല്ലാം മുഖം ദേഷ്യം കൊണ്ടൊന്ന് ചുവന്നു. അതെന്ത് വർത്താനാണ് ആമി നീ പറയുന്നത്? ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നിനക്കെന്താ പ്രശ്നം? ഒന്നുമില്ലെങ്കിൽ ഇത് എൻ്റെ കൂടെ വീടല്ലേ, എൻ്റെ ഏട്ടൻ്റെ വീടല്ലേ, എനിക്കിവിടെ നിൽക്കാനുള്ള അവകാശമില്ലേ? ദേഷ്യമാണെങ്കിലും അവരത് മറച്ചുവെച്ച് മയത്തിലാണ് അവളോട് സംസാരിക്കുന്നത്. എങ്കിലും അവരുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ആമിക്ക് ആ ദേഷ്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. നിങ്ങളിവിടെ നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇളയമ്മേ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുള്ളതല്ലേ. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് മറ്റൊരാളുടെ വീട്ടിൽ വന്ന് വെറുതെ ബുദ്ധിമുട്ടായിട്ട് കഴിയുന്നത്? ആമിയും തിരികെ മാന്യമായിട്ട് തന്നെ അവരോട് തിരികെ ചോദിച്ചു. പറ്റില്ല. അങ്ങനെ നീ പറയുമ്പോൾ ഇറങ്ങിപ്പോകാനുള്ള ഉദ്ദേശത്തിലല്ല ഞങ്ങളിവിടെ വന്ന് താമസിച്ചിരിക്കുന്നത്. അതെ, അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മര്യാദയുടെ ഭാഷയിൽ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങളോട് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരികെ പോകാൻ പറഞ്ഞത്. അവരുടെ സംസാരം കേട്ടതും ആമിയും അത്ര വിട്ടുകൊടുക്കാൻ ഭാവിക്കാത്ത രീതിയിൽ അവരോട് തർക്കിച്ച് തന്നെ തിരികെ പറഞ്ഞു. ആ സമയത്ത് പവൻ വീട്ടിലുണ്ടായിരുന്നില്ല. അവൻ പുറത്തേക്ക് എവിടെയോ പോയിരിക്കുകയായിരുന്നു. ബാബു ആണെങ്കിൽ കുന്തം വിഴുങ്ങിയതുപോലെ ഇവരുടെ തർക്കം നോക്കി നിൽക്കുന്നതല്ലാതെ ഒരക്ഷരം അത് തടുത്തു പറയാനോ ഒത്തുതീർപ്പാക്കാനോ ശ്രമിക്കുന്നില്ല. ഭാമ ആമിയോടൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ഓരോന്ന് പറഞ്ഞ് രണ്ടുപേരെയും പിരികയറ്റുന്നുണ്ട്. എന്താ ഇവിടെ? പെട്ടെന്നാണ് പവൻ അങ്ങോട്ട് കയറി വന്നത്. എല്ലാവരുടെയും നോട്ടം അവനിലേക്കെത്തി. എന്തുണ്ടാവാൻ? ഇവൾക്ക് നമ്മളിവിടെ താമസിപ്പിക്കാൻ കഴിയില്ലെന്ന് നമ്മളോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നു. സാവിത്രി ദേഷ്യത്തോടെ ആമിയെ നോക്കിക്കൊണ്ട് അവനോടായി പറഞ്ഞു. അതിനിപ്പോൾ എന്താ അമ്മേ, നമുക്ക് വീടുള്ളതല്ലേ, അങ്ങോട്ട് പോവാലോ. എന്തിനാ ഇവള് പറഞ്ഞിട്ടും പിന്നെയും ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാൻ നിൽക്കുന്നത്? പവൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ പറഞ്ഞു. സാവിത്രി അവനെയും ദേഷ്യത്തിൽ നോക്കി. എടാ, ഇതെൻ്റെ ഏട്ടൻ്റെ വീടാണ്. അവിടെ ഈ വലിഞ്ഞു കയറി വന്നവളേക്കാൾ അവകാശം എനിക്ക് തന്നെയാണ്. ഇവളാരാണ് എന്നോട് ഇറങ്ങി പോകാൻ പറയാൻ വേണ്ടിയിട്ട്? സാവിത്രി അവനോടും കത്തിക്കയറി. ഇതിപ്പോൾ നിങ്ങളുടെ ഏട്ടൻ്റെ വീടല്ല. നിങ്ങളുടെ ഏട്ടൻ്റെ വീടായിരിക്കാം. പക്ഷേ വക്കീൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇതിപ്പോൾ എൻ്റെ വീടാണ്. അതുകൊണ്ട് ഇവിടെ ആരൊക്കെ വേണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അവരുടെ സംസാരം കേട്ടതും ആമി വളരെ ഗൗരവത്തിൽ തന്നെ തിരികെ പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ അല്പം പോലും മയം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇത്ര നേരം സാവിത്രി പറഞ്ഞതും ചെയ്തതും ഒക്കെ വെറും നിസ്സാരമായിട്ടാണ് അവൾ കണ്ടതെന്നത് അവളുടെ മുഖഭാവത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും തന്നെ വ്യക്തമായിരുന്നു. ഇനി ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങേണ്ട ആവശ്യമില്ല അമ്മ. സാധനങ്ങളൊക്കെ എടുക്ക്, ഇപ്പോൾ ഇറങ്ങണം ഇവിടെ നിന്ന്. പവൻ ഗൗരവത്തിൽ അവരോട് പറഞ്ഞു. ഇവള് പറയുന്നത് കേട്ട് സാവിത്രി. തിരികെ എന്തെങ്കിലും പറയാനൊരുങ്ങിയ സാവിത്രിയെ ബാബു തടഞ്ഞു. പോയി സാധനങ്ങളൊക്കെ എടുത്തിറങ്ങ്, പോകാം. അയാൾ അന്തിമ തീരുമാനം പോലെ പറഞ്ഞു. സാവിത്രി കല്ലുതുള്ളി അകത്തേക്ക് കയറിപ്പോയി, കൂടെ ഭാമയും. എന്നിട്ട് വന്നതുപോലെ തന്നെ ബാഗൊക്കെ ആയിട്ട് ഇറങ്ങിപ്പോയി. ആമി അത് നോക്കി നിന്നതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. അവൾ പവനെ ഒന്ന് നോക്കി. അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണ് ചിമ്മി കാണിച്ചു. നീ എല്ലാം കൂടി ഒരുമിച്ച് സ്വരുക്കൂട്ടി വെച്ചോ, മുടിഞ്ഞു പോകും നീ. ദേഷ്യം കൊണ്ട് കടിച്ചമർത്തിയതുപോലെയുള്ള സാവിത്രിയുടെ വാക്കുകൾ കേട്ടില്ലെന്ന് തന്നെ നടിച്ചു ആമി. അവർ പോകുന്നത് അവൾ വെറുതെ അങ്ങനെ നോക്കി നിന്നു. പോയി കഴിഞ്ഞതും തലക്കൽപ്പം ആശ്വാസം കിട്ടിയതുപോലെയാണ് ആമിക്ക് തോന്നിയത്. സ്വസ്ഥത കിട്ടിയതുപോലെ അവൾ അകത്തേക്ക് കയറി. അവർ വന്നു നിന്ന ഈ 2 ആഴ്ച ശരിക്ക് നരകം പോലെ തന്നെയായിരുന്നു അവൾക്ക്. ഉപദ്രവമൊന്നും ഇല്ലെങ്കിലും വായിൽ നിന്ന് വരുന്നത് കേൾക്കുമ്പോൾ നമുക്ക് പ്രതികരിച്ചു പോകാൻ തോന്നും. ഹരി ഉണ്ടായപ്പോൾ ഈ വഴിക്ക് പോലും വരാത്തവരാണ്. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ വന്ന് വീരവാദവും അവകാശവാദവും പറഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അകത്തേക്ക് കയറി അവൾ വീടാകെ ഒന്ന് കണ്ണോടിച്ചു. ആകെ അഴുക്കായിട്ടുണ്ട്. അമ്മയും മോളും അതെ, എടുത്ത സാധനം എടുത്ത സ്ഥലത്ത് വെക്കില്ല, യാതൊരു വൃത്തിയും വെടിപ്പുമില്ല. അതുകൊണ്ട് വീടിൻ്റെ അവസ്ഥയാകെ താളം തെറ്റിയ പരുവത്തിലാണ്. അതെല്ലാം ഇനി ഒന്നേന്ന് മുതൽ തുടങ്ങി എല്ലാം അതിൻ്റെ സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി വൃത്തിയായി വെക്കണം. വീടാകെ ഒന്ന് ശരിക്കും വൃത്തിയാക്കണം. ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് കണക്കായിരിക്കുമെന്ന് ആമിക്കറിയാം. അതുകൊണ്ട് അവരിറങ്ങിയതിന് പിന്നാലെ തന്നെ ആമി വീട് മുഴുവൻ ഒന്ന് വൃത്തിയാക്കി. അടുക്കളയും പിന്നിലെ ചായ്പും എല്ലാം ഒതുക്കി വൃത്തിയാക്കി വന്നപ്പോഴേക്കും അന്നത്തെ ദിവസം കഴിയാനായിരുന്നു. രാത്രി കുറച്ചു സമയം നിശബ്ദതയോടെ നിലാവിനെ നോക്കി അങ്ങനെയിരുന്നു. അപ്പോഴാണ് വീടിന് മുന്നിലേക്ക് പെട്ടെന്നൊരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം കണ്ണിലേക്ക് തറച്ചത് കൊണ്ട് തന്നെ ആരാണെന്ന് ശരിക്കും അവൾക്ക് കാണാൻ കഴിയുന്നില്ലായിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.